السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം എല്ലാവരും നിലകൊള്ളുന്നത് പരിശുദ്ധമായ റമളാനിന്റെ മൂന്നാമത്തെ സുദിനത്തിലാണ്. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമകളും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹധർമ്മിണിയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്നവരുടെ ഉമ്മയും സ്വർഗീയ സ്ത്രീകളുടെ നേതാവും എല്ലാമായ സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ ദിവസം കൂടെയാണ് പരിശുദ്ധമായ റമളാൻ 3. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിയുടെ ബർക്കത്ത് കൊണ്ട് നാം എടുക്കുന്ന നോമ്പുകളൊക്കെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നാളെ സ്വർഗീയ ലോകത്ത് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെ കരളിന്റെ കഷ്ണമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയോടൊപ്പം നമ്മെ ഏവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമളാനിൽ നോമ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധമായ റമളാനിൽ നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. അത്താഴത്തിന്റെ മഹത്വങ്ങൾ അറിയിച്ചുകൊണ്ട്, ആ സമയത്തിന്റെ മഹത്വങ്ങൾ അറിയിച്ചുകൊണ്ട്, അത്താഴം കഴിക്കുന്നവർക്ക് അള്ളാഹുവും അവന്റെ മലായിക്കത്തുകളും പ്രത്യേകമായി പ്രാർത്ഥന നടത്തുന്നു എന്നെല്ലാം അറിയിച്ചുകൊണ്ടുള്ള ധാരാളം ഹദീസുകൾ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് പല ആളുകളും ആ സമയത്ത് എണീക്കാനുള്ള മടി കാരണമോ അല്ലെങ്കിൽ ഡയറ്റിങ്ങിന്റെ പേരൊക്കെ പറഞ്ഞ് അത്താഴം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാടുകളിലൊക്കെ അധികമായി കണ്ടുവരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണം, ഫഇന്ന ഫിസ്സുഹൂരി ബറക. അത്താഴത്തിൽ വലിയ ബറക്കത്തുണ്ട് എന്ന് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത്താഴം ധാരാളമായി കഴിക്കണം എന്നൊന്നുമില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, തസഹറു വലൗ ബിജുർഅത്തിൻ മിൻ മാഇൻ. ഒരൽപ്പം വെള്ളം കുടിച്ചിട്ടാണെങ്കിലും അത്താഴം എന്നുള്ള ആ സുന്നത്തിനെ നാം നിലനിർത്തേണ്ടതുണ്ട്. അത്താഴം കഴിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് കൂടെയാണത്. എന്നാൽ ഇന്ന് പല ആളുകളും രാത്രി കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് നോമ്പെടുക്കുന്ന ഒരു സിസ്റ്റം, ഒരു പതിവ് ധാരാളമായി കണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അത്താഴത്തെ പിന്തിപ്പിക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യസാലുൻ നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ര. നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം ജനങ്ങൾ ഖൈറിലാണ്, നന്മയിലാണ്. അതുപോലെ വഅഖറു സുഹൂറ, നിങ്ങൾ അത്താഴത്തെ പിന്തിപ്പിക്കുകയും ചെയ്യണമെന്ന് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പ് തുറക്കലിന് നമ്മൾ ഒളരിപ്പിക്കണം, പെട്ടെന്നാക്കണം. നോമ്പ് തുറക്കുന്ന സമയമായാൽ പിന്നീട് അത് പിന്തിപ്പിക്കേണ്ടതില്ല, പെട്ടെന്ന് തന്നെ നോമ്പ് മുറിക്കുകയാണ് വേണ്ടത്. അതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത്. എന്നാൽ അത്താഴത്തെ നമ്മൾ പിന്തിപ്പിക്കുകയാണ് വേണ്ടത്. അത്താഴത്തെ പിന്തിപ്പിക്കുക എന്ന് പറയുമ്പോൾ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ പിന്തിപ്പിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് അത്താഴത്തിന്റെയും ബാങ്കിന്റെയും ഇടയിൽ ഒരു അല്പസമയം ബാക്കിയുണ്ടാകുന്ന രൂപത്തിൽ അത്താഴത്തെ പിന്തിപ്പിക്കണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖാല, മഹാനവറുകൾ പറയാണ്, തസഹറനാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അത്താഴം കഴിച്ചു. സുമ്മ ഖാമ ഇല സ്വലാഹ്, പിന്നെ ഞങ്ങൾ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഫഖീല ലഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖീല ലഹു, അപ്പോൾ മഹാനവറുകളോട് ചോദിക്കപ്പെട്ടു, കം കാന ബൈനൽ അദാനി വസ്സുഹൂർ, ഈ ബാങ്കിന്റെയും അത്താഴത്തിന്റെയും ഇടയിൽ എത്ര സമയം ബാക്കിയുണ്ടായിരുന്നു? ഫഖാല, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 50 ആയ,
പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു 50 ആയത്ത് ഓതാനുള്ള സമയം നിസ്കാരത്തിന്റെയും അത്താഴത്തിന്റെയും ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ അത്താഴത്തിന്റെയും അതുപോലെ ഈ ബാങ്കിന്റെയും ഇടയിൽ ഒരു 50 ആയത്ത് ഓതാനുള്ള സമയം 10-15 മിനിറ്റ് ഗ്യാപ്പ് വരുന്ന രൂപത്തിൽ നമ്മൾ അത്താഴത്തെ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത്. ഇവിടെ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അത്താഴം കഴിക്കുന്ന സമയത്ത് ബാങ്ക് വിളിച്ചാൽ നാം എന്താണ് ചെയ്യേണ്ടത്? പല ആളുകളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. സുബഹ് ബാങ്ക് കൊടുത്താലും അത്താഴം തുടരാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇവിടെ വരാനുണ്ടായ കാരണം എന്താണ്? ആ ഹദീസ് തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സുബഹിക്ക് 2 ബാങ്ക് വിളിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആദ്യമായി സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു അത്താഴത്തിന്റെ സമയത്ത് അറിയിച്ചുകൊണ്ടുള്ള ഒരു ബാങ്ക് വിളിക്കും. ആ സമയത്ത് ജനങ്ങളെല്ലാം എഴുന്നേറ്റ് അവർ അത്താഴം കഴിക്കും. രണ്ടാമതായി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന്റെ സമയം അറിയിച്ചുകൊണ്ടുള്ള ബാങ്കും വിളിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ കുടിക്കുക, നിങ്ങൾ കഴിക്കുക, നിങ്ങൾ അത്താഴം കഴിക്കുക. ഏതുവരെ? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് കേൾക്കുന്നത് വരെ. അപ്പോൾ രണ്ടാമത്തെ ബാങ്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് അത് നിസ്കാരത്തെ അറിയിക്കുന്ന ബാങ്കാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിലേക്ക് ചേർത്ത് സുബഹി ബാങ്ക് കൊടുത്താലും അത്താഴം കഴിക്കൽ തുടരാം എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. സുബഹി ബാങ്ക് കൊടുക്കുന്നത് കേട്ട് വീണ്ടും നമ്മൾ അത്താഴം കഴിക്കൽ തുടർന്നാൽ നമ്മുടെ നോമ്പ് ബാത്തിലാക്കും, നമ്മുടെ നോമ്പ് ആ സമയം തന്നെ നഷ്ടപ്പെടും എന്നുകൂടെ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ ഓർക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ അത്താഴം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. നാം ഒരിക്കലും അത് ഉപേക്ഷിക്കാൻ പാടില്ല. നന്മകൾക്ക് ധാരാളമായി ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ ധാരാളം സുഹൃതങ്ങൾ ചെയ്ത് പരിശുദ്ധമായ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാൻ, സുന്നത്തുകൾ അധികരിപ്പിക്കാൻ, അതുപോലെ നിർബന്ധമായ നോമ്പ് എല്ലാ ദിവസവും കൃത്യമായി പിടിച്ചുവിടാൻ എല്ലാറ്റിനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين السلام عليكم ورحمة الله وبركاته.